साथियों, केरला की राज्य सरकार के लगातार असहयोग मिलने के बावजूद भी केरला भारत सरकार के लिए प्राथमिकता पर रहा है। भाजपा सरकार ने ही तय किया है कि केंद्र सरकार की सारी नौकरियों की परीक्षा मलयालम समेत सारी स्थानीय भाषाओं में भी कराई जाए। भाजपा सरकार ने ही भारत की पारंपरिक चिकित्सा, आयुर्वेद और योग के लिए पूरी दुनिया को देश से जोड़ा है। आज केरला के 1.5 करोड़ से ज्यादा लोग भाजपा सरकार की फ्री राशन योजना का लाभ उठा रहे हैं। आयुष्मान भारत योजना के जरिए यहां के लोगों को करीब 5,500 करोड़ रुपए का मुफ्त इलाज मिला है। केरला के 36 लाख से अधिक घरों को जल जीवन मिशन के तहत नल से जल की सुविधा मिली है। केरला के 40 लाख किसानों को सम्मान निधि के रूप में सीधी आर्थिक मदद मिली है। केरला के युवा रोजगार देने वाले उद्यमी बने। इसके लिए राज्य में 50 लाख से अधिक मुद्रा लोन बांटे गए हैं। इसमें ज्यादातर लाभार्थी हमारी बेटियां हैं। वंदे भारत से हाईवे प्रोजेक्ट तक केरला में आज न्यू जनरेशन इंफ्रास्ट्रक्चर पर खूब काम किया जा रहा है। സുഹൃത്തുക്കളെ, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ വികസന കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നമ്മുടെ എല്ലാ തൊഴിലുകളും അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ ആ പരീക്ഷകൾ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതാൻ കഴിയുന്ന വിധത്തിൽ ആ പരീക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നമ്മുടെ പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങൾ, ആയുർവേദം, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1.5 കോടിയിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഏതാണ്ട് 5.5 കോടി പേർ 5.5 കോടി ആളുകൾക്ക് 5.5 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 36 ലക്ഷത്തിലധികം വീടുകളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് വെള്ളം ലഭിക്കുന്ന, പൈപ്പിലൂടെ കുടിവെള്ളം കിട്ടുന്ന സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ 40 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവർ സംരംഭകരാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ സംസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം മുദ്രാ വായ്പകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ സഹോദരിമാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് മുതൽ വിവിധ ഹൈവേ പദ്ധതികൾ വരെ കേരളത്തിലുണ്ടായിട്ടുള്ള പുത്തൻ തലമുറയിൽപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം, ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിരിക്കുകയാണ്.